എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ പേര് NTS എന്നാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി NTS എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. NTS രജിസ്റ്റർ ചെയ്യാനായി നമ്മൾ ആദ്യം ഗൂഗിൾ എടുത്തിട്ട് NTSC രജിസ്ട്രേഷൻ കേരള എന്നടിക്കുന്നു. കേരള. ഓക്കെ, നമ്മൾ കേരള അടിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ലിങ്കിൽ തൊടുന്നു, അല്ലെങ്കിൽ രണ്ടാമത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നു. അതിനുശേഷം നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കാണും. അല്ലെങ്കിൽ നിങ്ങൾക്കിതാ ഇവിടെ കാണാനാകും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30ാം തീയതിയാണ്. അതായത് 3 ദിവസത്തിന് ശേഷമാണ് ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഐ അഗ്രി അടിക്കുന്നു. അതിനുശേഷം ന്യൂ രജിസ്ട്രേഷൻ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് NTSCയുടെ ഫോം വരുന്നു. അപ്പോൾ നമ്മൾ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ റെഗുലർ അങ്ങനെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഇവിടെ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം രജിസ്റ്റർ അടിക്കുന്നു. അതിനു മുമ്പായി ഇവിടെ ഒരു പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ NTSC എന്ന് പറയുന്ന സ്കോളർഷിപ്പിന് ഒരു ഫീസ് ഉണ്ട്. അത് 250 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ SBI പേയ്മെന്റ് കളക്ട് ഓൺലൈൻ എന്ന് കാണുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലോസ് അടിക്കുന്നു. അപ്പോൾ നമുക്ക് SBIയുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നതിന് ശേഷം പ്രൊഡ്യൂസ് പ്രൊസീഡ് അടിക്കുന്നു. അതിനുശേഷം നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആധാർ നമ്പർ, മൊബൈൽ നമ്പർ അങ്ങനെ എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്നു. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് അടിക്കുന്നു. അതിനുശേഷം ഇവിടെ നമുക്കൊരു കോഡ് കിട്ടും. റെഫറൻസ് നമ്പർ ആയിട്ട് DUH അങ്ങനെ ഒരു നമ്പർ കിട്ടും. ഇതുപോലൊരു നമ്പർ കിട്ടും. അതിനുശേഷം നമ്മൾ ഇത് ഇവിടെ അടിക്കുന്നു. എന്നിട്ട് റെഫറൻസ് ഡേറ്റ് തന്നെ വരുന്നു. അതിനുശേഷം നിങ്ങൾ ഇതെല്ലാം ഫില്ല് ചെയ്ത ശേഷം നമ്മൾ രജിസ്റ്റർ അടിക്കുന്നു. രജിസ്റ്റർ അടിക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ആഫ്റ്റർ ലോഗിൻ ആൻഡ് ഫർണിഷ്. നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇവിടെ നമുക്ക് Gmail ID കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അവിടെ നിങ്ങളുടെ Gmailനകത്ത് ഞാൻ കാണിച്ചു തരാം. Gmail എടുക്കുന്നു. Gmail എടുക്കുമ്പോൾ നിങ്ങൾ NTSC സെർച്ച് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് SCRTയുടെ വകയായിട്ട് SCRTയുടെ Gmail ID നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഡിയർ ആദിത്യവന് എൻ്റെ പേരിലുള്ള ഇത്, പിന്നെ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഞാനിത് ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ യൂസർ നെയിം പാസ്വേഡ് എടുത്തിട്ട് നമ്മൾ ഈ ലോഗിൻ പേജിൽ പോകുന്നു. എന്നിട്ട് നമ്മൾ ലോഗിൻ. ഓക്കെ, ലോഗിൻ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കിട്ടുന്ന ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് കാണും. അപ്പോൾ നിങ്ങൾ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം ടേക്ക് പ്രിന്റ് ഔട്ട് ആൻഡ് സബ്മിറ്റ് ടു HM എന്ന് പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF കിട്ടുന്നതാണ്. അതിനുശേഷം താഴെയായി നിങ്ങൾ ഇതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ HMനെ കൊണ്ട് ഇവിടെ ഒപ്പിടിക്കുക. ഇതെല്ലാം ഫില്ല് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ NTSC ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് കണ്ടു. അതിനുശേഷം ഇനി NTSC സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കോളർഷിപ്പിന് 2 സ്റ്റേജ് ആണുള്ളത്. സ്റ്റേജ് 1, സ്റ്റേജ് 2. അപ്പോൾ NTSC പരീക്ഷയ്ക്ക് മെയിനായിട്ട് വരുന്നത് മാറ്റും സാറ്റുമാണ്. മാറ്റ് എന്ന് പറയുന്നത് മെന്റൽ എബിലിറ്റി ആണെങ്കിൽ സാറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ക്ലാസ് 9 and 10th സിലബസ് ആണ്. ക്ലാസ് 9 and 10th സിലബസ് ആണ്. പിന്നെ സാറ്റിനകത്ത് വരുന്നത് സോഷ്യൽ സയൻസ്, പിന്നെ സയൻസ്, പിന്നെ മാത്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ അതായത് 9ാം ക്ലാസ്സിലെ മാത്സ്, പിന്നെ സോഷ്യൽ സയൻസ്, പിന്നെ സയൻസ്. ഇതിന് 3-നുമായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. മാറ്റിനും സാറ്റിനുമായി 100 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 100 ചോദ്യങ്ങളാണ് ചെയ്യേണ്ടത്. മാറ്റിനും സാറ്റിനും 100. അപ്പോൾ 100 മെന്റൽ എബിലിറ്റി, 100 സാറ്റിന്റെ ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന് 1.5 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഇതിന്റെ ഡേറ്റ് പറയാനാണ്.